നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര കഥാപാത്രമാക്കി അപൂർണമായ കെട്ടിടത്തിൽ ശങ്കരാചാര്യന്മാർ പോലും വിട്ടുനിന്ന പശ്ചാത്തലത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമക്ഷേത്ര ഉദ്ഘാടനം വേണ്ടത്ര വോട്ട് കൊണ്ടുവരില്ല എന്ന ബോധ്യത്തിൽ പുതിയ കൂട്ടുകെട്ടുകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ബി.ജെ.പി. എൻ.ഡി.എ വിപുലീകരിക്കുന്ന തിരക്കിലാണ്. മുന്നണി വിപുലീകരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇപ്പോൾ മുന്നണിയിൽ ഉള്ളവർ ബന്ധം ഉപേക്ഷിച്ച് പോകാൻ ഒരുങ്ങുന്നത് തടയേണ്ട ഗതികേടും നേരിടുകയാണ് ബി.ജെ.പി. ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളുമായുള്ള സീറ്റ് പങ്കിടൽ ചർച്ചകളിൽ ബി.ജെ.പി. സമാനതകളില്ലാത്ത തടസ്സങ്ങളാണ് നേരിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാന ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജനനായക് ജനതാ പാർട്ടിയുമായുള്ള ബന്ധം തകർന്നതിനെ തുടർന്ന് ബി.ജെ.പി. മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള ഹരിയാന സർക്കാർ രാജിവെച്ച രീതിയിലാണ് സഖ്യകക്ഷികളുമായുള്ള ബി.ജെ.പിയുടെ വിയോജിപ്പുകൾ ഏറ്റവും നന്നായി പ്രതിഫലിക്കുന്നത്. ലോക്സഭയിൽ റോഹ്തക് ഉൾപ്പെടെ 2 സീറ്റുകളിൽ മത്സരിക്കണമെന്ന് ജെ.ജെ.പി. വാശി പിടിച്ചെങ്കിലും ബി.ജെ.പി. വഴങ്ങിയില്ല. അവരുടെ സഖ്യം പിളർപ്പിലേക്ക് നീങ്ങുമ്പോൾ ബി.ജെ.പി. ഇപ്പോൾ സ്വന്തം സഖ്യകക്ഷിയെ അവഗണിച്ച് സ്വതന്ത്രരുടെ സഹായത്തോടെ ഭൂരിപക്ഷം ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കും എന്ന പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ്. ജനപ്രീതിയില്ലാത്ത മുഖ്യമന്ത്രി ഖട്ടറും രാജിവെച്ചതോടെ 2022 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് വിജയ് റൂപാണിയെ മാറ്റി ഭൂപേന്ദ്ര പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കിയ ഗുജറാത്ത് പരീക്ഷണം ആവർത്തിക്കാമെന്നാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. ഓരോ തവണയും ബി.ജെ.പി. ഇത്തരമൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ സഖ്യതത്വങ്ങൾ മറന്ന് സ്വന്തം സഖ്യകക്ഷികൾക്കെതിരെ നീങ്ങാൻ തയ്യാറായത് ജെ.ജെ.പിയുടെ പ്രതിഷേധം കടുപ്പിച്ചിട്ടുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിൽ വന്ന ഉലച്ചിലുകൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൈകാര്യം ചെയ്യേണ്ട തന്ത്രപ്രധാനമായ പ്രശ്നങ്ങളുണ്ടെന്ന് ഹരിയാന എപ്പിസോഡ് ബി.ജെ.പിയെ പഠിപ്പിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ 370 എന്ന വീമ്പു പറച്ചിൽ സാധ്യമാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒഡീഷയിലെ ബിജു ജനതാദളും ആന്ധ്രാപ്രദേശിലെ തെലുഗുദേശം പാർട്ടിയും പോലുള്ള എതിരാളികളുമായി എന്തിന് സഖ്യമുണ്ടാക്കി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വർഷങ്ങളായി ഒഡീഷയിലെ നവീൻ പട്നായിക് സർക്കാരിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്ത ബി.ജെ.പി. വാസ്തവത്തിൽ ആ സംസ്ഥാനത്ത് തങ്ങൾക്കായി ഒരു പ്രതിപക്ഷ ഇടം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ സംസ്ഥാന നേതാക്കളുടെ എല്ലാ തെരഞ്ഞെടുപ്പ് മോഹങ്ങളും കുഴിച്ചു മൂടിക്കൊണ്ട് മോഡി ഷാ ജോഡി ഇപ്പോൾ ഒഡീഷയിൽ തങ്ങളുടെ ബദ്ധവൈരികളുമായി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ 2018 ടി.ഡി.പി. തലവൻ ചന്ദ്രബാബു നായിഡു എൻ.ഡി.എയിൽ നിന്ന് പുറത്തായത് മുതൽ ബി.ജെ.പി. നേതാക്കൾ നായിഡുവിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടിയ ഒരു അവസരവും ഉപയോഗിക്കാതിരുന്നിട്ടില്ല. അവർ അദ്ദേഹത്തെ അഴിമതിക്കാരനും അധാർമികനും അവസരവാദിയെന്നും മുദ്രകുത്തി. ഒരു ഘട്ടത്തിൽ അഴിമതി ആരോപിച്ച് നായിഡുവിനെ അറസ്റ്റ് ചെയ്യാനും മടി കാണിച്ചില്ല. സംസ്ഥാനത്തെ വൈ.എസ്.ആർ. ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ് ഇക്കാലയളവിൽ അവർ സ്വീകരിച്ചു പോന്നത്. അതൊക്കെ മറന്നാണ് ആന്ധ്രയിൽ ടി.ഡി.പിയുമായി ഇപ്പോൾ സഖ്യം ഉറപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ ബി.ജെ.പി. നായിഡുവിനെ സഖ്യകക്ഷിയായി കൂടെ കൂട്ടി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് പോരാടാൻ ഒരുങ്ങുകയാണ്. അതുപോലെ കഴിഞ്ഞ 2 വർഷമായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ വിഷലിപ്തമായ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയാണ് ബി.ജെ.പി. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബീഹാർ മുഖ്യമന്ത്രിക്കൊപ്പം അണിചേരാൻ ബി.ജെ.പി. ഒരു നിമിഷം പോലും മടിച്ചില്ല. ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നിതീഷ് കുമാറിനെ കഴിഞ്ഞ 2 വർഷമായി ബി.ജെ.പി. വേട്ടയാടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡിനെ തകർക്കാൻ ഒന്നിലധികം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സർക്കാരിനെ ജംഗിൾ രാജ് എന്ന് ആരോപിച്ച് താഴെയിറക്കാൻ പലവട്ടം ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ നിതീഷ് കുമാറുമായി വീണ്ടും ഒന്നിക്കുന്ന കാര്യത്തിൽ ബി.ജെ.പി. രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. പുതിയ സഖ്യകക്ഷികളെ ഇപ്രകാരം വരുതിയിലാക്കിയെങ്കിലും അതിന്റെ സഖ്യകക്ഷികളെ ഒപ്പം നിർത്തുന്ന കാര്യത്തിൽ ആ മികവ് പുലർത്താൻ ബി.ജെ.പി. പാടുപെടുകയാണ്. ശിവസേന, ശിരോമണി അകാലിദൾ, ബാദൽ ഗ്രൂപ്പ്, ജനതാദൾ യുണൈറ്റഡ് തുടങ്ങിയ സഖ്യകക്ഷികൾ എൻ.ഡി.എ വിട്ടത് ബി.ജെ.പിക്ക് നഷ്ടമുണ്ടാക്കിയത് പരിഹരിക്കാൻ മൂർച്ചയേറിയ ബലപ്രയോഗത്തിലൂടെയും നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തും പാർട്ടികളെ പിളർത്താൻ ശ്രമിച്ചും സമാനതകളില്ലാത്ത പണവും പേശീബലവും ഉപയോഗിച്ചും ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ മോദി ഷാ കൂട്ടുകെട്ട് നയിക്കുന്ന ബി.ജെ.പി. അതിന്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യയശാസ്ത്രപരവും തത്വാധിഷ്ഠിതവുമായ ഒന്നിനും വില കൽപ്പിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ജെ.ജെ.പിയുടെയും ബി.ജെ.പിയുടെയും സഖ്യ തകർച്ച പ്രധാന സംസ്ഥാനങ്ങളിലെ ചെറുതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ കൂട്ടുകാരുമായി ബി.ജെ.പി. എങ്ങനെ ഇടപെടുന്നു എന്നതിന്റെ ഒരു ക്ലാസിക് കേസ് സ്റ്റഡിയായി കണക്കാക്കാവുന്നതാണ്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയും സഖ്യകക്ഷികളും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സഖ്യകക്ഷികളായ ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ വിഭാഗവും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അജിത് പവാർ വിഭാഗവും
മോഡി ഷാ ജോഡിയുടെ മാക്കിയവെല്ലിയൻ കളികളുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. ഷിൻഡെക്ക് 11 മുതൽ 12 വരെ സീറ്റും അജിത് പവാറിന് 4 മുതൽ 5 വരെ സീറ്റും നൽകിയപ്പോൾ BJP 30 മുതൽ 32 വരെ സീറ്റ് എന്ന സിംഹഭാഗവും കൈക്കലാക്കി. എന്നാൽ 6 സീറ്റുകളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 3 പാർട്ടികളും തമ്മിലുള്ള സമവാക്യങ്ങളെ തകിടം മറിക്കുമെന്ന നിലയാണ് ഇപ്പോൾ അവിടെയുള്ളത്. കൈക്കലാക്കിയ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ പങ്കാളികളെ വശീകരിക്കുന്നതിൽ BJP സമർത്ഥരായിരിക്കാം. പക്ഷേ ആ ശക്തി ഉപയോഗിച്ച് ചെറുകക്ഷികളെ ധൃതരാഷ്ട്രാലിംഗനം നടത്താനാണ് അവർ തുനിയുന്നത്. ഇതാണ് പല കക്ഷികളെയും കൈപ്പേറിയ വേർപിരിയലിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. പ്രതിപക്ഷ ശക്തികളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യം പാടുപെടുന്നതായി തോന്നുന്നുവെങ്കിൽ BJPയും NDAയെ കൂടുതൽ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ മല്ലിടുകയാണ്. പ്രത്യേകിച്ചും ഇലക്ടറൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ശക്തമായ പ്രതികരണം ലഭിച്ചതിന് പിന്നാലെ മുഴുവൻ മാധ്യമങ്ങളെയും കൈപ്പിടിയിലാക്കി നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നുവെങ്കിലും കടുത്ത തെരഞ്ഞെടുപ്പ് മത്സരമാണ് മുന്നിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം.